ഓക്കെ. ഇതൊരു പെട്ടി തന്നെ, എല്ലാ പെട്ടിയും തന്നെ ഏകദേശം. ഇതിവിടെ ഒന്ന് ഈച്ചനെ കുടയുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അത് വേണ്ടിയിട്ടാണ് ആരാ ഇന്നലെ പിടിച്ച് വെച്ചിരുന്നത്. ചെറുതായിട്ട് സ്മോക്ക് കൊടുത്തിട്ട് ഇത് വിരിഞ്ഞേരും നമുക്ക് റെഡിയാകുമ്പോൾക്ക്. ചെറുതായിട്ടൊന്ന് ഈച്ചനെ കാണിക്കാൻ നോക്കി സ്മോക്ക് എന്നിട്ട് ഉറവാൻ്റെയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. നമ്മളൊന്ന് ചെക്ക് ചെയ്യണം റാണി ഉണ്ടോ എന്നുള്ളത്. റാണി ഇല്ലെങ്കിൽ നല്ല കുറഞ്ഞാണ് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ അത് പക്ഷെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് ടൈറ്റ് ആയതുകൊണ്ട്. പ്രാവശ്യം വരെ നമ്മൾ അടയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ശരിയാവും. നമ്മളിങ്ങനെ 2 സൂപ്പറായാലാണ് കറക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്. കണ്ട ഫുള്ളായിട്ടുണ്ട്. 1 സൂപ്പറായി, 2 സൂപ്പറായി. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഇവരൊക്കെ ഇത് റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ റബ്ബർ ബാൻഡെല്ലാം നമ്മൾ എടുത്തെടുത്ത് കളയും. ഇങ്ങനെ എടുത്തിരിക്കുന്ന റബ്ബർ ബാൻഡ് എടുത്ത് കളഞ്ഞ് മടിയന്മാരുണ്ടെങ്കിൽ അതെല്ലാം ചെത്തിക്കളഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ വിരലിൻ്റെ ഉണ്ടല്ലേ, വിരലിൻ്റെ അകത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ റാണി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ചെറുതായിട്ട് സ്മോക്ക് ചെയ്തെടുക്കുമ്പോൾ റാണി ഉണ്ടെങ്കിൽ കാണും നമുക്ക്. ഇല്ലെങ്കിൽ മാത്രമേ കുടയാൻ പാടില്ല. എന്താ ഉടഞ്ഞു കഴിഞ്ഞാൽ കുത്തൊന്നുമില്ല, വളരെ ഭാഗത്ത് പിന്നെ ചെറുതായിട്ടൊന്ന് സ്മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ. ഇത് ഫുള്ള് തേനാണിപ്പോൾ. ഒരു 4 ഫ്രെയിം ഉണ്ടാവും. അത് സൂപ്പർ കയറ്റി മറ്റേ നമുക്ക് 2 സൂപ്പറിൽ ഒന്നിച്ചാവണമല്ലോ. നമുക്ക് പിന്നെ ചെല്ലാം മെല്ലെ മെല്ലെ ഇല്ല പരിപാടിയില്ല. ലേശം 2 സൂപ്പറും ഒന്നിച്ചായി തേനെടുക്കുന്ന രീതിയാണ്. ഏകദേശം ഒരു 75% തേനാകുമ്പോഴാണ് നമ്മൾ എടുക്കാൻ തുടങ്ങുക. അപ്പോൾ തേനാവുന്നതിന് മുമ്പ് നമ്മൾ ഉള്ള കറക്കി എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് റാണി നിറച്ച് അതിൽ കയറി മുട്ടിയിടും. പിറ്റത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ കൊന്നുണ്ടാവില്ല. ഇതല്ലേ ഇത്ര ഈച്ചില്ലേ, റാണി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രമേ നമ്മൾ കുടയാൻ പാടുള്ളൂ. ഇനി ഇതിനകത്തിലെ ഈ മടിയന്മാരെ നമ്മളൊന്ന് ചെത്തിക്കളയും. ഈ പീസെല്ലാം കളഞ്ഞ് ഈ അടേനെ നല്ല ഫിനിഷിങ് ആക്കി ചെത്തിയിലെടുക്കുന്നു.